സാമ്പത്തിക തട്ടിപ്പിൽ ശ്രീതു അറസ്റ്റിൽ. ദേവസ്വം ബോർഡിൽ ഡ്രൈവറായി നിയമനം നൽകാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട ദേവേന്ദുവിന്റെ അമ്മയാണ് ശ്രീതു. അവരുടെ പേരിൽ ഷിജു എന്ന് പറഞ്ഞ ആളൊരു പരാതി എനിക്കിരുന്നു. ആ പരാതിയിൽ 10 ലക്ഷം രൂപ അവർ ചീറ്റ് ചെയ്തെന്നുള്ളതും ആണ് പരാതി. അതിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇവർ പൈസ ചീറ്റ് ചെയ്തിട്ടതായും അതുപോലെ തന്നെ ചില രേഖകൾ കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ടുള്ളതായും തെളിവ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചീറ്റിംഗ് ആൻഡ് ഫോർജറിക്ക് ഇവരെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായിട്ട്. അമൽ, ഈ കുഞ്ഞ് കൊല്ലപ്പെട്ട വാർത്ത വരുന്നതിന് പിന്നാലെ തന്നെ ഈ ശ്രീതുവിൻ്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ആളുകൾ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ എത്ര പേരാണ് പരാതി നൽകിയിരിക്കുന്നത്? ഏതൊക്കെ പരാതികളാണ് ഈ നടപടി? ദിവിഷ, ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഇപ്പോഴും സർവത്ര ദുരൂഹത തുടരുകയാണ്. ഈ കുഞ്ഞിൻ്റെ അമ്മാവൻ, അതായത് ശ്രീതുവിൻ്റെ സഹോദരൻ കൊലപ്പെടുത്തി എന്നുള്ളതാണ് കുറ്റസമ്മത മൊഴി. സഹോദരൻ ഇപ്പോൾ റിമാൻഡിലാണ്. നാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും. പക്ഷേ ആ സഹോദരൻ മാത്രമാണോ പ്രതി എന്നൊരു സംശയം കൂടി നിലനിൽക്കുകയാണ്. മറ്റാർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെയും പോലീസിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഒറ്റയ്ക്കാണോ ഈ സഹോദരൻ ഈ കുറ്റകൃത്യം ചെയ്തത് എന്ന കാര്യത്തിലും ഒരു ഉറപ്പ് പറയാൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതിനിടയിലാണിപ്പോൾ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ശ്രീതു അറസ്റ്റിലായിരിക്കുന്നത്. ദേവസ്വം ബോർഡിൽ ഡ്രൈവർ ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപ ഷിജു എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്നും വാങ്ങി തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് പരാതി. ആ പരാതിയിലാണ് അറസ്റ്റ്. മറ്റ് 10 പേർ കൂടി പരാതി നൽകിയിട്ടുണ്ട്. അതിൽ നടപടികൾ ഉണ്ടായിട്ടില്ല. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോയിട്ടില്ല. ഇന്ന് രാവിലെ 9 മണി മുതൽ റൂറൽ SP സുദർശൻ്റെയും അതോടൊപ്പം തന്നെ 2 DVSPമാർ, നെയ്യാറ്റിൻകര DVSP ഷാജിയുടെയും അതോടൊപ്പം തന്നെ ജയകുമാർ സ്പെഷ്യൽ ബ്രാഞ്ച് DVSPയുടെയും നേതൃത്വത്തിൽ നടന്ന വിശദമായ ചോദ്യം ചെയ്യലുണ്ട്. ഇപ്പോഴാണ്, തൊട്ട് മുൻപാണ് ആ ചോദ്യം ചെയ്യൽ അവസാനിച്ചത്. ആ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ശ്രീതുവിനെ കോടതിയിലേക്ക് കൊണ്ടുപോകും. കോടതിയിലേക്ക് കൊണ്ടുപോയാൽ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയതിനാൽ തന്നെ റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. നിലവിൽ എന്തായാലും ശ്രീതു ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെ തുടരുന്നുണ്ട്. ഇനിയിപ്പോൾ അറിയേണ്ട കാര്യം, 2 പേർക്കും, ഈ ശ്രീതുവിൻ്റെ അമ്മാവനെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ടെങ്കിൽ ശ്രീതുവിനെതിരെ സാമ്പത്തിക തട്ടിപ്പ് കേസുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഈ 2 കേസിലും 2 ആളുകളെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാം. ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്കും കാര്യങ്ങൾ കൊണ്ടുപോകാം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ കാര്യങ്ങളിലെല്ലാം കൂടുതൽ വ്യക്തത വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക തട്ടിപ്പ് കേസുകളും അതോ ഈ കുഞ്ഞിൻ്റെ മരണവും തമ്മിൽ, കൊലപാതകവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ഒരു സംശയാസ്പദമായ വിഷയം തന്നെയാണ്. ആ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ജോത്സ്യനുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം നിൽക്കുന്നുണ്ട്. 36 ലക്ഷം രൂപ ജോത്സ്യന് നൽകിയെന്നും അത് തിരികെ കിട്ടിയില്ല എന്നും പറഞ്ഞ് ശ്രീതു നൽകിയൊരു പരാതിയുണ്ട്. അതുമായി ഈ കേസിന് എന്തെങ്കിലും ബന്ധമുണ്ടോ, കുഞ്ഞിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിന് ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. അതിലൊന്നും വ്യക്തത ഉണ്ടായിട്ടില്ല. SP ആ വിഷയം കൃത്യമായി തന്നെ ചോദിച്ചു. അപ്പോൾ റൂറൽ SP മറുപടി ആ വിഷയത്തിൽ കൂടുതൽ ഒന്നും പറയാറായിട്ടില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ സാമ്പത്തിക തട്ടിപ്പ് കേസ് സംബന്ധിച്ച വിഷയത്തിലാണ് കൂടുതൽ വ്യക്തത പോലീസ് തേടിയത്. അതിനുശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ശരി, അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഈ അമ്മയായ ശ്രീതുവിനെതിരെ സാമ്പത്തിക തട്ടിപ്പിനുള്ള പരാതികൾ, അതിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് ഹരികുമാറിനെ നാളെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി മറ്റു നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.